പോലീസിനെതിരായ ഗുരുതര ആരോപണങ്ങളിൽ മറുപടി പറയാതെ ആഭ്യന്തരമന്ത്രി. കുണ്ടറയിലെ സിയാദിന്റെ മരണത്തിൽ ഡിജിപിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും രമേശ് ചെന്നിത്തല പ്രതികരണത്തിലേക്ക്. ഡിജിപിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം എന്ത് വേണമെന്ന് തീരുമാനം. അതിൽ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബമടക്കം ഉന്നയിക്കുന്നത്. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നു. ഷീജ, ഒരു ഗുരുതര ആരോപണങ്ങളാണ് ദിനം പ്രതി ദിവസങ്ങൾ പോകുന്തോറും പോലീസിനെതിരെ അടക്കം വരുന്നത്. എന്നാൽ അതിൽ ആഭ്യന്തരമന്ത്രി അടക്കം ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ അതൊരു ഗൗരവതരമായി കാണാത്ത ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾക്ക് അടക്കം പ്രതികരിക്കാതെയാണ് മടങ്ങുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുണ്ട്രയിലെ സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിയാദിന്റെ കുടുംബമടക്കം കഴിഞ്ഞ ദിവസം സിയാദിന്റെ മകളുടെ ഓഡിയോ സംഭാഷണം അടക്കം പുറത്തു വന്നിരുന്നു. അതിൽ ഈ CPO ശ്രീജിത്തിനോട് തന്നെ ആ കുട്ടി പറയുന്നുണ്ട്, എന്റെ അച്ഛനെ നിങ്ങൾ മർദ്ദിച്ചു എന്നുള്ളത് അച്ഛൻ പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വാഹനത്തിൽ ഈ സിയാദിനെ പോലീസ് കയറ്റിക്കൊണ്ടുപോയ വാഹനത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി സാക്ഷിയായിട്ടുള്ള പെൺകുട്ടിയുടെ വാക്കുകളും നമ്മൾ കേട്ടതാണ്. അതിൽ സിയാദിനെ വലിയ തോതിൽ തന്നെ വലിയ മർദ്ദനത്തിനാണ് പോലീസ് വലിയ മർദ്ദനം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സിയാദിനെതിരെ എന്നുള്ള വിഷയങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താനും നടപടിയെടുക്കാനും ഇതുവരെ ആഭ്യന്തരമന്ത്രി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയം ചോദിക്കുമ്പോൾ തന്നെ DGPയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. DGPയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ തുടർ നടപടി എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞുമാറി പോകുന്ന ഒരു സമീപനമാണ് ആഭ്യന്തരമന്ത്രി സ്വീകരിച്ചത്. ഇത് പോലീസിനെതിരെ ഉയർന്നിട്ടുള്ള ഗുരുതര ആരോപണങ്ങളുണ്ട്. അതിൽ അദ്ദേഹം മറുപടി പറയുന്നില്ല. അതോടൊപ്പം തന്നെ പ്രാഥമികമായി ഈ പോലീസുകാരുടെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതാണ്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉമ.